ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കൂ, എന്താണ് ഈ കൊച്ചു കേരള ബ്ലാസ്റ്റേഴ്സിൽ നടക്കുന്നത്? എയറിൽ നിന്നും എയറിലേക്ക്, അതാണ് ഈ സീസണിൻ്റെ ആകെ തുക. തോറ്റു തുടങ്ങിയൊരു സീസൺ. പാതി വഴിയിൽ ടീമിൻ്റെ ആകെ പോസിറ്റീവായിരുന്ന ഫാൻസ് കഴിയുന്നു. കോച്ചിനെ മാറ്റി പുതിയ പരീക്ഷണം നടത്തി നോക്കിയപ്പോൾ മുൻ പരിശീലകൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. ബംഗളൂരുവിനെയൊക്കെ തോൽപ്പിച്ച് സീസണിലെ ഡാമേജ് കുറക്കാനുള്ള ശ്രമം തുടരുമ്പോൾ ദേ വരുന്നു അടുത്ത പണി. മുൻ ക്യാപ്റ്റൻ ജസലിൻ്റെ ഒരു വീഡിയോ. എയറിൽ നിന്നും എയറിലേക്ക് പറക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ ഒരു ഫ്രീ ടിക്കറ്റ്. 2019-20 സീസണിൽ ഡെംബോ ഗോവയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ലെഫ്റ്റ് ബാക്കായിരുന്നു ജസൽ കാർണേറോ. തൊട്ടടുത്ത സീസണിൽ ആദ്യം ടീം വൈസ് ക്യാപ്റ്റനും പിന്നീട് ക്യാപ്റ്റനുമായ ജസൽ 2023 വരെ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 5 ദിവസം മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. സീസണിൽ ആദ്യ ജയം സ്വന്തമാക്കിയെന്നത് മറയാക്കി തങ്ങളെ പറ്റിക്കാൻ നോക്കണ്ടെന്നും ഈ ടീമിൻ്റെ നിലവാരം ഇനിയും ഏറെ ഉയരാനുണ്ടെന്നുമായിരുന്നു ആ പോസ്റ്റിൻ്റെ ഇതിവൃത്തം. മാഗ്നം സ്പോർട്സ് എന്ന മാനേജ്മെൻറ്റ് ബോഡിക്കെതിരെയും അഭിക് ചാറ്റർജി, കരോലിസ് കിങ്കിസ് എന്നിവരുടെ രാജി ആവശ്യപ്പെട്ടും അവർ നടത്തിവരുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിരുന്നു ആ പോസ്റ്റ്. ഇത് തൻ്റെ സ്റ്റോറിയിൽ പങ്കുവച്ച് ജസൽ കുറിച്ചതിങ്ങനെ: ദ ഗാർബേജ് ഷുഡ് ബി ഔട്ട്. ഈ മാലിന്യം പുറത്തു കളയാൻ സമയമായിരിക്കുന്നു. മുൻ നായകൻ കൂടിയ ജസലിൻ്റെ ഈ സ്റ്റോറി ഫുട്ബോൾ സർക്കിളിൽ അതിവേഗം ചർച്ചയായി. ആരാധകർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആശങ്കകളും പരിഭവങ്ങളുമെല്ലാം സത്യമാണെന്ന് അടിവരയിടുന്നതായിരുന്നു ഇത്. അതിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം പുറത്തു വന്ന ഡേവിഡ് കറ്റാലയുടെ അഭിമുഖം കൂടി കൂട്ടി വായിക്കുമ്പോൾ ആരാധകരുടെ പക്ഷത്താണ് 100% ന്യായമെന്ന് എല്ലാവർക്കും മനസ്സിലായി. അധികം വൈകാതെ ജസലും ഒരു വീഡിയോയുമായി രംഗത്തെത്തി. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം അയാളാണ്, കരോലിസ് കിങ്കിസ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ ആരാധകർക്ക് മുന്നിൽ വരാതിരിക്കുന്നത്? മൊത്തം കുറ്റവും തൻ്റേതാണെന്ന് ഏറ്റുപറയുന്ന അഭിക് ചാറ്റർജി വെറും വിഡ്ഢിയാണ്. അയാൾ കരോലിസിനെ സംരക്ഷിക്കാൻ നോക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 4 മിനിറ്റോളം വരുന്ന വീഡിയോയിൽ ജസൽ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മനീഷ് കോച്ചറിനെ പോലുള്ള ആത്മാർത്ഥതയുള്ള ടീം മാനേജർമാരെയും ഡാനിയെയും സന്തോഷിനെയും പോലുള്ള ഡെഡിക്കേറ്റഡ് ടീം സ്റ്റാഫിനെയും എല്ലാം ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ട് ടീമിൽ നിലനിർത്തിയില്ല? കളിക്കാരെ പുറത്താക്കാൻ മോശം ഫോം എന്ന കാരണമെങ്കിലുമുണ്ട്. പക്ഷേ ഇവരെല്ലാം കരോലിസിനേക്കാളും ആത്മാർത്ഥതയിൽ ടീമിൻ്റെ വിജയം മാത്രം ആഗ്രഹിച്ച് പ്രവർത്തിച്ചവരാണ്. എന്നിട്ടും അവരെല്ലാം പുറത്തായി. കരോലിസ് ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നുണ്ട്. ജസൽ തുടർന്നു: ബാക്കി എല്ലാവരും കോടികൾ ആഗ്രഹിച്ചു വന്നപ്പോൾ കരോലിസ് ശമ്പളം വാങ്ങാതെ നിൽക്കാമെന്ന് വല്ലതും പറഞ്ഞതുകൊണ്ടാവണം ഇങ്ങനെ ചെയ്തതെന്ന് പരിഹാസ രൂപേണ ജസൽ പറയുന്നുണ്ട്. 3 വർഷം മുമ്പ് ടീമിട്ടൊരു താരം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് അന്നേ നീറിപ്പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് സാരം. ടീം CEO അഭിക് ചാറ്റർജിക്ക് വിട്ട് കാര്യമായി കൊട്ടുന്നുണ്ട് ജസൽ. കരോലിസ് ചെയ്ത പാപഭാരം സ്വയം ഏറ്റെടുക്കുന്ന അഭിക്ക് താൻ ചെയ്ത തെറ്റുകൾ കൂടി ഏറ്റുപറയാൻ സന്നദ്ധനാകണമെന്നാണ് താരം പറയുന്നത്. തൻ്റെ സഹോദരൻ അയാൻ ചാറ്റർജിയെയും ഭാര്യ ഹിൽഡ ഗുരുങ്ങിനെയും ടീമിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് അയാൾ പറയട്ടെ. ഒഡീഷയിൽ കാര്യമായൊന്നും ചെയ്യാതെ ഇവിടെ എത്തിയ അഭിക്കിന് ഈ പദവിയിലിരിക്കാൻ എന്തർഹതയാണുള്ളതെന്നും ജസൽ ചോദിക്കുന്നുണ്ട്. ടീമിൽ താരങ്ങളെ കൊണ്ടുവരുന്നതിൻ്റെയും വിൽക്കുന്നതിൻ്റെയും പരമാധികാരം കയ്യിലുള്ള കരോലിസ് സ്വയം ഒളിച്ചിരുന്ന് ആരാധകരുടെ ഇമോഷൻ വെച്ചിങ്ങനെ പന്താടുകയാണ്. തൻ്റെ നീക്കങ്ങൾ പിഴക്കുമ്പോൾ അതിൻ്റെ പടി പരിശീലകരുടെ ചുമലിലേക്ക് വെക്കുന്ന ശീലം അവർ തുടരുകയാണ്, ജസൽ പറഞ്ഞു നിർത്തി. ടീം ഉടമസ്ഥനായ നിമ്മഗഡ പ്രസാദിനോടും ടീം ഡയറക്ടർ നിഖിൽ ബദ്ദോർജിനോടും നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ വേണ്ട കാര്യങ്ങൾ അതിവേഗം ചെയ്യണമെന്നുള്ള അപേക്ഷയും താരം നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ബ്ലാസ്റ്റേഴ്സ് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ നടക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്: മാനേജ്മെൻറ്റിനെതിരെ സംസാരിക്കുന്നവരെ ബ്ലോക്ക് ചെയ്യുക, പിന്നെ അത് കമൻറ്റ് ഡിലീറ്റ് ആക്കുന്ന പതിവായി. ഇതിന് പിന്നിലെ കാരണം തപ്പിപ്പോകുമ്പോഴാണ് ഒരു പേര് പ്രത്യക്ഷമാവുന്നത്: അയാൻ ചാറ്റർജി, ഹെഡ് ഓഫ് കണ്ടന്റ്. CEO അഭിക് ചാറ്റർജിയുടെ സഹോദരൻ. തൻ്റെ വീഡിയോയിൽ ജസൽ വെളിപ്പെടുത്തിയ പേരുകളിലൊന്ന്. അല്ലെങ്കിലും തൻ്റെ സഹോദരനെതിരെ പറഞ്ഞാൽ ആരാണല്ലേ നോക്കിയിരിക്കുക? കമൻറ്റ് ഡിലീറ്റ് ആക്കലും അക്കൗണ്ട് ബ്ലോക്ക് ആക്കലും മുതൽ എന്തും ചെയ്യും. ക്ലബിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻസ് വിഭാഗത്തിലാണ് അഭിക്കിൻ്റെ ഭാര്യ ഹിൽഡ ഗുരുങ് വർക്ക് ചെയ്യുന്നത്. ഒരറ്റത്ത് മാനേജ്മെൻറ്റും ആരാധകരും തമ്മിലുള്ള ഓപ്പൺ ഫൈറ്റ്, മറുപുറത്ത് റെലഗേഷനിൽ നിന്നും രക്ഷപ്പെടാൻ ആഷ്ലി വെസ്റ്റ്വുഡ് നടത്തുന്ന സർവൈവൽ സ്ട്രഗിൾ. ബംഗളൂരുവിനെ വീഴ്ത്തിയും നോർത്ത് ഈസ്റ്റിനെതിരെ സമനില നേടിയും പോയിന്റ് നേടിത്തന്ന വെസ്റ്റ്വുഡ് ആരാധകരെ വീണ്ടും ഗാലറിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഈ വർഷം റെലഗേറ്റഡ് ആവില്ലെന്ന് ഉറപ്പു നൽകി. വെസ്റ്റ്വുഡിന് കീഴിലെ ടീമിൻ്റെ പ്രകടനം എങ്ങനെയുണ്ട്? ഇനിയുള്ള മത്സരങ്ങളിൽ നിന്ന് പരമാവധി പോയിന്റ് നേടി പട്ടികയിലെ സ്ഥാനം മെച്ചപ്പെടുത്താൻ അവർക്കാവുമോ? കാത്തിരിക്കാം ആ ഉത്തരങ്ങൾക്കായി.